ദേ വരുന്ന സാധനം. അയ്യോ എനിക്ക് വയ്യ. കണ്ടിട്ടില്ലേ എന്നെ? എന്തുവാ ഓമൻ ചേച്ചിയോട് പിണക്കമാണോ? പിണക്കമാണ് ചേച്ചിയോട്. ഇത്രയും ഉണ്ടല്ലോ ചേച്ചി, എന്ത് തെറ്റായത്? എനിക്ക് മനസ്സിലായി. എന്ത്? അന്ന് അമ്മയോട് ഞാൻ എന്തൊക്കെ പറഞ്ഞല്ലേ വിചാരിക്കുന്നത്. അമ്മ അറിയാൻ കാര്യം അല്ലേ? അങ്ങനെയല്ലടാ, അമ്മ അങ്ങനൊന്നും അല്ല പറഞ്ഞത്. അമ്മ എന്തുമായിട്ടാ പറഞ്ഞറിയോ? എന്റെ ലില്ലി മോളാണെങ്കിൽ എനിക്ക് മരുമോളല്ല, എനിക്ക് മോളാ. തങ്കത്തിനെ പോലെ തന്നെയാണ്. എനിക്ക് രണ്ടുപേരും എന്റെ മക്കളാന്ന് അമ്മ പറഞ്ഞ. സത്യം ചേച്ചി ഇങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. ഞാനേ സത്യം പറഞ്ഞ എന്റെ നാക്ക് ശരിയല്ല. അതാണ് നാക്ക് ശരിയല്ല. അവിടെ നിൽക്കുക എന്റെ നാക്ക് ശരിയില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയാനാ അന്ന് വന്നത് കേട്ടോ. പക്ഷെ എന്റെ നാക്ക് ശരിയില്ലാത്തോണ്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ചേച്ചിയോട് അങ്ങ് ക്ഷമിക്കടാ. ഈ ചുരിദാർ പുതിയതാണോ? പുതിയതാ. നല്ല രസമുണ്ട്. ലില്ലി മോളെ എപ്പോഴും കാണുമ്പോ ഏതോ ഒരു സിനിമ നടിയുടെ തൂവാനം തുമ്പിയില്ലേ സുമലതയാ. അല്ലല്ല ഒരിക്കലും അമ്മച്ചാണ് സത്യം. പിന്നെ ഡാൻസ് സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പോന്നു അല്ലേ? നല്ല മേടിക്കുക. അമ്മയോട്ട് സന്തോഷമായിട്ടിരിക്കുക. അമ്മ നിങ്ങൾ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞ് നിങ്ങളുടെ കുടുംബം ഭയങ്കര സന്തോഷമായിട്ട് കുടുംബത്തിലൊക്കെ. എന്തിനാ ഓമനെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോയത്? എന്റെ തെറ്റാ കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഓക്കെ അമ്മുമ്മ ചേച്ചി കൂടി കേട്ടോ. അമ്മുമ്മ എന്തോന്ന് തുണി കഴുകാനുണ്ടോ? എന്തേലും ബ്ലൗസോ? ഇല്ല, എല്ലാം കഴിയിട്ടിരിക്കുകയാണല്ലേ. ഓക്കെ, ഞാൻ കഴിയപ്പോ കുറച്ച് തുണിയുള്ളൂ, അപ്പം കഴുകാൻ വേണ്ടി പിടിപ്പത് പണി തന്നിട്ടാണല്ലോ അമ്മ പോയിരിക്കുന്നത്. കുറച്ച് 3-4 തുണിയുള്ളൂ. ഒന്നുമില്ലല്ലോ. ഇല്ല. നീ എവിടെ പോണ? നീ ഇങ്ങോട്ട് വാ. അമ്മ പറഞ്ഞു മുത്തു ചേച്ചി ഒറ്റയ്ക്ക് വിടല്ലേന്നാ പറഞ്ഞു. ആങ്ങളല്ലേ? അത് ശരി. ആങ്ങളാ പോയിട്ട് കൂടെ ചെല്. ചേച്ചി എന്റെ പൊന്നു ഓമനെ, നീ ഓരോന്ന് എന്റെ അടുത്ത് പറയരുതേ. ആദ്യം ഒക്കെ എനിക്കൊത്തിരി മനസമാധാനം വേണം. ഞാൻ മനസമാധാനത്തോടൊന്ന് കഴിഞ്ഞു പോക്കോട്ടെ. എന്റെ പൊന്നമ്മേ, ഞാൻ ലില്ലിയെ വഴി വെച്ച് കണ്ടായിരുന്നേ. എന്നോട് പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? മറ്റൊന്നുമല്ല, എന്റെ അമ്മ ഒരു തങ്കം പിടിച്ച അമ്മയാ. ആ അമ്മയ്ക്ക് മനസ്സിന് വിഷമം വരുന്ന ഒന്നും പറയല്ലേ ഓമന ചേച്ചിന്ന്. സത്യമായിട്ടും പറഞ്ഞമ്മേ. അന്ന് എന്റെ ഭാഗത്ത് തെറ്റാ. അന്ന് ഞാൻ അവളോട് അമ്മയുടെ കുറ്റമൊക്കെ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാ, ഇതുപോലെ തങ്കം പിടിച്ചൊരമ്മ വേറെ എങ്ങും കിട്ടത്തില്ല. ഓമന ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ ഓമന ചേച്ചി എന്നോട് പറഞ്ഞമ്മ. സത്യം, അവിടെ പെറ്റ അമ്മയെക്കാട്ടില്ല അവളെ സ്നേഹിച്ചതും വളർത്തിയതും ഒക്കെ അമ്മയാണെന്ന്. സത്യം അടി അവള് പറഞ്ഞത്. കൊച്ചിലെ ഞാൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതൊന്നും കഴിക്കത്തില്ലായിരുന്നു. അല്ല, ഞാൻ ഭാര്യക്കോരി കൊടുത്ത് വളർത്തിയ കൊച്ചല്ലയോ അത്. അയ്യോ കഷ്ടം. ഇത്രയും സ്നേഹമുള്ള ഒരു വീട്ടിൽ വന്നാണല്ലോ ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണമേ. ഇതുപോലൊരു അമ്മയെ കിട്ടണമെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഭാഗ്യം ചെയ്യണം. ആ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയല്ലോ ദൈവമേ. ഞാനേ ആ ശ്രീജയുടെ മോൻ്റെ ഒരു കല്യാണത്തിന്റെ കാര്യം പറയാൻ വേണ്ടി പോവാ കിട്ടമ്മേ. ഞാൻ അവിടെ ഇരുന്ന് പോട്ടെ. ഒന്ന് വഴിയൊന്ന് കയറിയതാ. എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അമ്മയ്ക്ക്? ഒന്നുമില്ല. പോയിട്ട് വരാം. ഭയങ്കര കോമഡി ആയിരുന്നമ്മേ. സത്യം ഞാൻ അവരെ കണ്ടിട്ട് നോക്കിയില്ല കേട്ടാ. അങ്ങനെ എന്നെ പിടിച്ചു നിർത്തിയത്. എന്തൊരു സ്നേഹം! അന്ന് വന്നപ്പോ ഭയങ്കര ധിക്കാരമല്ലായിരുന്നു അവരുടെ മുഖത്ത്. ഇപ്പൊ അതൊന്നുമല്ല, വെറും പൂച്ച. അയ്യോ എന്റെ ലില്ലി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല ലില്ലി. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ആളും തരം അറിയാതെ പെരുമാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുവാ എന്നോട്. ഇവിടെ നിന്ന് എന്റെ മോളെ അങ്ങനെ തന്നെ അവള് പറഞ്ഞത്. അവർക്ക് മനസ്സിലായി അങ്ങനെ ഇങ്ങനെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പറ്റൂല എന്ന്. അന്ന് നിങ്ങളുടെ രണ്ടും കൂടെ വഴക്ക് പറഞ്ഞ നന്നായില്ല അമ്മ. പിന്നെ അമ്മ അന്ന് അങ്ങനെ പറഞ്ഞു നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്ന്. ഇപ്പൊ കണ്ട ഓമനയുടെ പത്തി മടങ്ങിയത്. കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവൾക്ക് നമ്മളാരാന്ന് അറിയാൻ പാടില്ല. കഴിച്ചിട്ട് ഒന്നും കൂടെ കഴിക്കും മക്കളെ. പിള്ളേർക്ക് ഇത് മതിയല്ലോ. നല്ല ടേസ്റ്റ് അമ്മേ, അടിപൊളി. ഞാൻ പിന്നെ ചുമ്മാ ഇരുന്നോണ്ട് മക്കൾക്ക് ഉണ്ടാക്കാന്ന് കരുതി അങ്ങ് വെറുതെ ഉണ്ടാക്കിയതാണ്. പണ്ട് അമ്മ ഉണ്ടാക്കത്തില്ലേ അതേ ടേസ്റ്റ്. പക്ഷെ അമ്മ മടിച്ച് അമ്മ ഒന്നും ഉണ്ടാക്കത്തില്ല. നല്ല രസമുണ്ട്. പാകത്തിന് മധുരം.
പണ്ടമ്മ അവലും ഇങ്ങനെ ശർക്കരയൊക്കെ വെച്ചിട്ട് അഡ പോലെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? അമ്മക്ക് ഓർമ്മയുണ്ട്. ചേച്ചി അത് കഴിച്ചിട്ട് വാരി വലിച്ച് തൊണ്ടേ. കണ്ണൊക്കെ വിഴിഞ്ഞു നമ്മളെ ആശുപത്രി കൊണ്ടുപോകാൻ നേരത്ത് ഓക്കെ ആയി. ഓക്കെ ഓക്കെ. എനിക്കൊരു തുള്ളി പോലും കിട്ടത്തില്ലായിരുന്നു. ചേച്ചി അത് മൊത്തം കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ മക്കൾക്ക് വേണോ? ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട വേണ്ട, ഇന്നത് മതി. എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കി തരണം. എന്താടാ എന്ത് നീ ഒരുമാതിരി അതിശയിച്ചു നോക്കുന്നത്? വീട് മാറി വല്ലതും കയറി നോക്കായിരുന്നു. ഇവനെന്താ തല്ലു? വന്നപ്പോഴേ ചിരിയും കളിയും തമാശ. അയ്യടാ, എനിക്ക് എന്റെ മുഖം കൂടെ ചിരിച്ചൂടെ? നല്ല കാര്യമായിപ്പോയി. എന്തോ ഏട്ടാ, ഒന്നുമില്ല, ചിരിച്ച് കണ്ടാ മതി. ഇപ്പോഴും ഇങ്ങനെ ഞങ്ങളിപ്പോ ഇങ്ങനെയാ. ആണോ? അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പിള്ളേർക്ക് വേണ്ടിയാ, എനിക്കും കൂടെ ഉണ്ടാക്കി. വേറെന്താ ഉണ്ടാക്കുന്ന പറഞ്ഞു? അവല് വെച്ച് അമ്മേ ചേച്ചിക്ക് ഇഷ്ടമല്ലേ അത്? ഓ, ആശുപത്രി അതെന്നാള് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കി തന്നില്ലല്ലോ. ഇപ്പൊ കൊണ്ടാക്കി കൊടുക്കാൻ പോണ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ വേണ്ടെന്ന്. വേണ്ട. ശരി. ചായ എടുക്കട്ടെ? വേണ്ട മക്കളെ, ആ വാ. ഞാൻ ചായ ചൂടാക്കി കൊടുക്കാം. വേണ്ട വേണ്ട, അമ്മ അവിടെ ഇരി. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇനി അമ്മ ചായ ചൂടാക്കാൻ പോണേ? ഞാൻ ചൂടാക്കിക്കോളാം. ഇതിവിടെ ഇരിക്കട്ടെ, ഏട്ടനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചായ. KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഈ നാടിന്റെ ധൈര്യം. ഏട്ടാ, ആ? ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോഴേ വഴി വെച്ച് നമ്മുടെ ഓമന ചേച്ചിനെ കണ്ടേ. ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ലില്ലി എന്നോട് ക്ഷമിക്കണം, അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ ലില്ലിനെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത്. ഇവിടുത്തെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് ആ ലില്ലി ഡാൻസ് ക്ലാസ്സിന് പോണത്. ഇങ്ങനത്തെ ഒരു പെങ്കൊച്ചിനെ കിട്ടിയത് ഈ വീടിന്റെ പുണ്യമാണ് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ആ ശരി കുഴപ്പമില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോയി. ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴല്ലേ അവർ ആ വരര് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ തന്നെ പറഞ്ഞു, എന്റെ പൊന്നമ്മയെ ലില്ലി അമ്മേനെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടാ. ലില്ലിക്ക് അമ്മ ഇല്ലാത്തതാണ്, അപ്പൊ സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ് ലില്ലിനെ അമ്മ നോക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇതുപോലത്തെ ഒരു അമ്മേനെ കിട്ടിയത് ഭാഗ്യം എന്നൊക്കെ ലില്ലി പറഞ്ഞെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞ്. അവരൊരു കൊള്ളാല്ലേ. അപ്പൊ അതാണ് കാര്യം. ഞാൻ അത്ഭുതപ്പെട്ടുവല്ലോ. നിങ്ങളുടെ ഒരു സ്നേഹവും ചിരിയും കളിയും ബഹളം കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. അമ്മക്ക് ഇഷ്ടമുള്ള സംഭവം നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും ഉണ്ടാക്കി തരുന്ന സാധനമായിരുന്നുണ്ട്. ഇത് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാലും അമ്മയുടെ മനസ്സിൽ ഇതും കൂടെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് അവര് പറയണേ, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, നിങ്ങൾ തമ്മിൽ തെറ്റില്ല. അവരെന്ത് വിചാരിച്ചത്, എന്ത് വന്നെങ്കിലും വന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പരസ്പരം വഴക്കടിക്കുക. ആ, അല്ലെങ്കിൽ തന്നെ സ്നേഹമുള്ളടത്തല്ലേ ഉള്ളു വഴക്ക്. അങ്ങനെയാണ്. സ്നേഹമുള്ളവർ തമ്മിലെ പരസ്പരം കലഹിക്കുള്ളൂ, ബഹളം വയ്ക്കുള്ളൂ. ഇല്ലാത്ത രണ്ട് വഴിക്ക് അങ്ങ് പോകും. അങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് സ്നേഹമില്ലാത്തവർ രണ്ട് വഴിക്ക് പോകുമ്പോഴുള്ള കുഴപ്പം എന്താണ്? അവരൊരിക്കലും പരസ്പരം കാണുന്നില്ല, അവർ വഴക്കുണ്ടാക്കുന്നില്ല, അവർ പരസ്പരം സ്നേഹിക്കുന്നില്ല. എന്തുവാ? ഇപ്പൊ നീയും തങ്ങവും അമ്മയും കൂടെ വഴക്കൂടുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്. അങ്ങനെ അതിലിപ്പോ ഏട്ടനും വലിയ മോശമൊന്നുമല്ല. ഏട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ എന്തോ ചെയ്യണത്? ലീറ്റോ ചേട്ടനെ ഫോൺ വിളിച്ചിട്ട് രണ്ടും കൂടെ വഴക്കടിക്കും. എന്നാ ചീരത്തോടത്തിൽ ആള് പോയി പിണങ്ങി പോയപ്പോഴത്തേക്ക് എന്തായിരുന്നു രണ്ടുപേരും കൂടെ? അതാണ് എന്റെ രസം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടില്ലെങ്കിലും ഇതുപോലെ വിളിച്ച് വഴക്കുണ്ടാക്കണം നമ്മൾ. ഇതിപ്പോ എന്താണെന്നറിയോ, ഇവിടെ കുറച്ച് 2-3 ദിവസം അടുപ്പിച്ച് ബഹളമൊന്നും ഇല്ലെങ്കിലില്ലേ, പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നാട്ടുകാരിയൊക്കെ എന്താ നിങ്ങൾ അവിടെ ഇല്ലേ, നിങ്ങളുടെ ഒച്ചയൊന്നും കേൾക്കണില്ലല്ലോ എന്ന്. നമ്മൾ വഴക്കൂടിയില്ലെങ്കിൽ എന്ത് അളിയന്മാര്, എന്ത് നാത്തുമാര്. അതെ, നമ്മൾ വഴക്കൂടുന്ന ആൾക്കാർക്ക് ഇഷ്ടം. വരുന്നമ്മേ. അത് കൂടിപ്പോയില്ലേ? ഒട്ടും കൂടിയിട്ട് ടപ്പ് പോകുന്നു. മഴ വരാനുള്ള ഒരു മണമുണ്ട്. മഴേ സമയം മഴ പെയ്യും. മഴ പെയ്ത വർഷപ്പിനോടെല്ലാം വെള്ളവും കയറും. ഒരു മഴയുമില്ല.
ഉണ്ട് ഇത് അവിടെ നിന്ന് വരുക. മഴ വരുന്നുണ്ട് മിക്കവാറും. നിനക്ക് മനസ്സിലായില്ലേ മുത്തേ, ഇത് പോവാതിരിക്കാനുള്ള നമ്പർ ബോർഡ്. മടിയാണോ? മടിയോ? ജോലി ചെയ്യാൻ മടിയോ? വർക്ക്ഷോപ്പിന്റെ അവിടെ വരെ പോയി പകുതി വഴിക്ക് മഴയാകുമ്പോൾ മഴവെള്ളം വീഴുമ്പോൾ പനി വരുമല്ലോ. അതെ കുടം കൊണ്ട് പോയാ പോരെ. അല്ല എന്നാലും ഈ മെയിനി നനയും, വലിയ കുട വേണം. പിന്നെ വണ്ടി ഇങ്ങോട്ട് വരുവോ? വണ്ടി വന്ന ചരിത്രം ഉണ്ടല്ലോ, ഞാൻ വിളിച്ചിട്ടാണ് എത്രയോ പേരെന്നെ തേടി ഇവിടെ വന്നേക്കുന്നത്. ഇന്നിപ്പോ മര്യാദക്ക് പോയാ മതി. അല്ലാതെ മഴയാണ് അവിടാണ് കുളപ്പം, അവിടെ നിന്നുള്ള മഴയുടെ ഇരപ്പ് വരുന്നുണ്ടോ? മടിയാണെങ്കി അതങ്ങ് പറഞ്ഞാ പോരെ. ഇല്ലാത്ത മഴേനെ ക്ഷണിച്ച് വരുത്തുകയാണ് അച്ചാച്ചൻ. നോക്കാം. എടി ഇത് മറ്റേ ചെറുക്കനല്ലേടി? ഏത് തീർക്കേ? എനിക്ക് വിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. സിദ്ധാർത്ഥ്. ഇത് എനിക്ക് അച്ചാച്ച മറ്റേ ഇവളുടെ അമേരിക്കക്കാരൻ. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടോ? വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇട്ടേ. എനിക്ക് മെസ്സേജ് കിട്ടു. എന്റെ കൊടങ്ങാള പ്രോയുടെ ഇൻസ്റ്റയ്ക്കകത്ത് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആഹാ, അപ്പൊ വിടാതെ പിടിച്ചേക്കാണല്ലോ. കുടുംബക്കാരെ മൊത്തത്തിൽ മെസ്സേജിലൂടെ പിടിച്ചിട്ടേ. വട്ടാണ് പട്ട് തന്നെ സംഭവം കൊള്ളാല്. ബ്രോക്കർ ക്രം, ഏഷണിക്രം, നൊണച്ചിക്രം. ഞാൻ വിടാൻ പോവാ. പോല്ല അവിടെ ഇരി, ഞങ്ങളിപ്പോ ഭയങ്കര കൂട്ടാ. അങ്ങനെ പുതിയ കൂട്ടുന്നാണ് കേൾക്കാം മക്കള്. ഓമന തിങ്കൾ കിടാവോ നല്ല പോരെ ഇളക്കവാ എന്തോ തേൻ കൊണ്ട് പറയുന്നില്ലേ. ലില്ലിമോളെ എന്താ അമ്മ എന്തി അകത്തുണ്ട്, വിളിച്ചേ മുത്തേ. ഞാൻ പോയി വിളിക്കാം. അമ്മ വിളിച്ചിട്ടുണ്ടോ? വാ ഇവിടെ ഇരി. ഇരിക്കണോ? എന്തുണ്ട്? എന്തുണ്ട്? അന്ന് വെറുതെ ആണെങ്കിലും എന്നെ പെണ്ണുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തില്ലയോ? അതിപ്പോ സത്യായി. പറയാ ചേച്ചി കൂടി ഇങ്ങോട്ട് വരട്ടെ. അമ്മേ വായിച്ചി ഇങ്ങോട്ട് വരട്ടെ. കോളടിച്ച ലക്ഷണ മുഖത്തിങ്ങനെ കിടക്കുന്ന. വാ ഇങ്ങോട്ട്. അമ്മേ എന്തോ മോനെ? ചേച്ചി നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശ്രീജ ഇല്ലേ? ശ്രീജ താഴെ. ശ്രീജയുടെ മോൻ നന്ദു. നന്ദുനൊരു പെണ്ണ് ശരിയായിട്ടുണ്ട്. ഇവിടുത്തെ ബന്ധുക്കാരാണെന്നാ പറഞ്ഞത്. എവിടെയാണെന്നറിയോ വീട്? ബന്ധക്കാര്? കിളിമാനൂര്. പെണ്ണിന്റെ അമ്മയുടെ പേര് ജലജകുമാരി. പോലീസിലാ, വനിതാ പോലീസാ. മോടെ പേര് അനശ്വര. അമ്മയ്ക്ക് ഇവിടെ കിട്ടുന്നില്ല. നമ്മുടെ മണിയമ്മാമന്റെ കൊച്ചുമോളാ. അതാണോ? കൊച്ചിന്റെ പേരറിയാമോ ചോദിച്ചേ? എന്തുവാ കൊച്ചുമോടെ പേരെന്തുവാ? മണിയമ്മാമന്റെ. അവരാ പേരുകൾ നല്ല കൊച്ചു കേട്ടോ, നല്ല സുന്ദരി കുട്ടി. പിന്നെ അവന്റെ കാര്യം അറിയാമല്ലോ, ആരാ? ശ്രീജയുടെ മോന്റെ. മെഡിക്കൽ റെപ്പം കണ്ടല്ലേ? അതന്നെ, അവിടെ ജോലി. നല്ല ഒന്നാം തങ്കപ്പെട്ട ചെറുക്കനാ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. റൊണാൾഡോ സൂപ്പർ, നല്ല ചെക്കന. എന്തായാലും കല്യാണം ഏകദേശം നടക്കാൻ എല്ലാ കാര്യവും ഉറപ്പിച്ചു. ഫോണിൽ കൂടെ പറഞ്ഞെല്ലാം ഉറപ്പിച്ചു വെച്ചു. നാളെ പെണ്ണ് കാണാൻ പോവാ, അങ്ങോട്ട് പോവാ. എനിക്ക് ശ്രീജയെ പരിചയമുണ്ട്, പക്ഷെ എനിക്ക് നന്ദുവിനെ എനിക്ക് അങ്ങോട്ട് പരിചയം പോരാ. എന്റെ ലില്ലി മോളെ ഒന്ന് പറഞ്ഞു. ചെറുക്കൻ ഇതുവഴിയൊക്കെ പോവാറുണ്ടമ്മേ? അതിങ്ങനെ പലരും പോകും, ഞാനത് ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നല്ല കമ്മീഷൻ ഈ വഴിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ പോട്ടെ റൊണാൾഡോ, ഒരു ചെറുക്കന്റെ ഭാവിയുടെ കാര്യമല്ലയോ. വേണ്ടേ അമ്മേ, ഞാൻ ഒരു കാര്യം പറയാം ചേച്ചി. ചിലപ്പോ ഈ ചെറുക്കനെ പറ്റി ഇവിടെ വന്ന് അന്വേഷിക്കാറുണ്ട്, കാരണം നിങ്ങൾ ബന്ധുക്കളല്ലേ. റൊണാൾഡോ ദൈവത്തെ ഒരു നല്ലത് പറഞ്ഞു കൊടുക്കണം. എന്റെ മോൻ അങ്ങനെ പറയും. നല്ല ചെക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. വലിയ കമ്മീഷനൊന്നും കിട്ടിയിട്ടൊന്നുമല്ല, ഒന്നുമല്ല. പിന്നെ ഒരു ചെറുക്കന്റെ ഭാവിയല്ലേ രക്ഷപ്പെട്ടു പോട്ടെ, അത്ര ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ലത് പറയണേമേ കേട്ടോ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഈ അനശ്വരനെ കണ്ടിട്ടുണ്ടോ അമ്മ? അനശ്വര എനിക്ക് ജലജയെ അറിയാം തിരിച്ചേക്ക, അല്ലാതെ മറ്റാരെയും എനിക്ക് അത്ര പരിചയം. ഈ ബ്രോക്കർ പണിക്കകത്ത് നല്ല കമ്മീഷൻ കിട്ടുമെങ്കിൽ ആ വഴിക്കൊരു നോക്കിയാലോ. ഇപ്പൊ പോകാമോ? വണ്ടി വർക്ക്ഷോപ്പിൽ പോവോ? മഴ വരുന്നു. കണ്ടാ ഇതെന്തൊരു മടിയാ നോക്കണേ. നന്ദു മെഡിക്കൽ റെപ്പ്, യാതൊരു ദുശീലങ്ങളുമില്ല. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ലല്ലേ എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഈ ബാറിന്റെ സൈഡിലൊക്കെ ഇന്ന് പയ്യൻ കറങ്ങാറുണ്ട്. എന്ത്? അതൊരു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമാണ്. അത് കുഴപ്പമാണ്. പറഞ്ഞു വരുമ്പോ അമ്മയുടെ കുടുംബത്തിലേക്കാണല്ലോ പെണ്ണിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് അന്വേഷിക്കുമെന്ന് അറിയാം. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓമന ചേച്ചി നമ്മുടെ ശത്രുവാണ്. അപ്പൊ ആ ശത്രുത മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം എടുപ്പിക്കണം. അമ്മേ
എടീ ഇതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നീ കൊള്ളാമെന്നും അമ്മ കൊള്ളാമെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കാരണം ഈ ബന്ധം ഒലഞ്ഞു പോകാൻ പാടില്ല. പോടാ അവിടെ നിന്ന്. അതൊന്നും അല്ല, അവിടെ തെറ്റ് അവൾക്ക് മനസ്സിലായത് കൊണ്ടാ. ആ എനിക്കും അങ്ങനെ തോന്നണത്. പക്ഷെ എനിക്കിങ്ങനെ തോന്നുന്നത്. ആണോ? ഇന്നലെ മുട്ടേ അമ്മേ സുലിച്ചേച്ചിയുടെ വീട്ടിലോട്ടാണ് തോന്നുന്നു പോയേക്കുന്നത്. വരുമ്പോ നീ പറയണം മാമി ചോറ് വെച്ചിട്ടുണ്ട്, കറിയൊന്നും അമ്മ വെക്കണ്ടെന്ന് പറയണം. കറി മാമി വന്നിട്ട് വെച്ചോളാം. മാമി വരാൻ താമസിക്കുമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിച്ചോണ്ട് വരാം. താമസിച്ചൊന്നാ മതി മമ്മി. അയ്യടാ ഞാൻ വിളിക്കാം. എന്നിട്ട് മതി. തേടി വരുന്നുണ്ട് കേട്ടാ. എന്തൊക്കെ ഉണ്ട് വിശേഷം? പിന്നെ നമ്മുടെ പയ്യൻ നിങ്ങൾക്കൊക്കെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഒന്ന് അക്സെപ്റ്റ് ചെയ്തോണേ. ഞങ്ങക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ ചേട്ടാ, പിന്നെ എന്തിനാ ചേട്ടൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്? ഡാൻസ് ടീച്ചർ അല്ലേ? ചെറുക്കൻ പറഞ്ഞിരുന്നു പെണ്ണിന്റെ മാമി ഡാൻസ് ടീച്ചർ ആണെന്ന്. ചെറുക്കൻ നന്നായിട്ട് പാടും കേട്ടോ. പാടിയാലും കൊള്ളാം പാടിയാലും കൊള്ളാം, ഞങ്ങളുടെ കൊച്ചിനാ ചെറുക്കനെ വേണ്ട. ഞാൻ അതിന് വന്നതല്ലെന്ന്. പിന്നെ നമ്മുടെ താഴത്തെ വീട്ടിലെ ശ്രീജയുടെ മോൻ നന്ദു ഉണ്ടല്ലോ, ആ മെഡിക്കൽ റെപ്പ്, അവനെ ഒന്ന് കെട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാൻ അവനെ കൊണ്ട് കെട്ടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. മോളെ ധൃതിപ്പടിയൊന്നും വേണ്ട, നമുക്കിത് നടത്താം കേട്ടോ. ഇല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നിൽക്കട്ടെ, അവനൊന്ന് കുറിക്കാൻ പറ്റുമോ നോക്കട്ടെ. ശരിയെന്നാ. എടി അവൻ എത്ര ബ്രോക്കർമാരടി. ആ ഓമന ചേച്ചി അതിനായിട്ടല്ലേ നടക്കണത്. എന്ത് കഷ്ടപ്പാടല്ലേ ഇപ്പോഴും കല്യാണം കഴിപ്പിക്കാൻ. മിക്കവാറും അമേരിക്കക്കാരൻ നിന്നെ കൊണ്ട് പറക്കും. കൊള്ളല്ലേ, നോക്കായിരുന്നു ആക്ച്വലി. വിളിക്കാവേ. വിളിക്കണേ. മാമി സ്പെഷ്യൽ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനു കറി ഉണ്ടാക്കുന്ന ചുമ്മാ. അതുവരെ അവരിതുവരെ വിളിച്ചില്ലല്ലോ മക്കളെ. അത് വിളിക്കുമായിരുന്നു, ഇപ്പൊ വിളിക്കും. എന്നാലും ഉണ്ടാക്കി വെക്കാം. ലില്ലിമോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാത്. ഓ ആയാ മുത്തേ ആ ഇവിടെ ഇവിടെ ഉണ്ടോ? എൻ്റെ ഇവിടെ ആയിരുന്നോ? യെസ്. കറി വന്നോ അമ്മ? ഓ ഈ കഴിക്കാൻ എന്തെങ്കിലും ഇടും. കറി വർഷോപ്പിൽ പോയിരുന്നിട്ട് പണിയൊന്നുമില്ല. കറി വയ്ക്കട്ടെ. വർഷോപ്പിൽ പോയിട്ട് പണിയൊന്നുമില്ലായിരുന്നു, വെറുതെ ഇരുന്ന് ബോറടിച്ചു. ഇപ്പൊ കറി ഉണ്ടാക്കി തരാം. അല്ല, മാമി സ്പെഷ്യൽ കൊണ്ടുവരും. എവിടുന്ന്? മാമി പോയിട്ട് വരുമ്പോ സ്പെഷ്യൽ മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞു. ആണോ? ആ അങ്ങനെയാണെങ്കിൽ ഇച്ചിരി നേരം വിശപ്പ് സഹിക്കാം, അപ്പൊ കൂടുതൽ സ്പെഷ്യൽ കഴിക്കാമല്ലോ. അമ്മമ്മ ഇത് ചുമ്മാ ഉണ്ടാക്കുന്ന അഡീഷണൽ. ആ ഓമനല്ലേടാ വിളിക്കുന്നത് തോന്നല്ലേ തന്നെ. ലില്ലിയും ചേച്ചി. ചേച്ചിയേ, ഓ ഇങ്ങോട്ട് വാ. എന്നാലും ഭയങ്കര കഷ്ടമായി പോയി ചേച്ചി. എന്ത് പറ്റി? ആരോ ശരിക്കും പാരവണം. എന്ത് പറ്റി? എന്താ കാര്യം? ആ കല്യാണം മുടങ്ങി. മുടങ്ങിയാ? ഓ എന്ത് കാര്യം? ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു, ആ ചെറുക്കൻ ഭയങ്കര കള്ളുകൂടിയനാണ്. ആരാന്നറിയില്ല. ഇതുപോലെ ഈ ദേശത്ത് ഇത്ര തങ്കം പിടിച്ചൊരു ചെറുക്കനില്ല. അതെ സത്യം. എന്റെ ഓമനെ ഇവിടെ വന്ന് ആരും അന്വേഷിച്ചില്ല. സത്യം. അല്ല, ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ അറിയാവുന്നു. നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു കൊടുത്തില്ല. പറയാൻ ആരെങ്കിലും വന്ന് അന്വേഷിച്ചാലേ പറയേ. ആരും വന്നു. എന്നാലും വല്ലാത്ത കഷ്ടമായി പോയി. ഇങ്ങനെ നഷ്ടമായി പോയില്ലേ? എന്നാലും ഓമന ചേച്ചി ഞങ്ങൾ വെറുതെ സാധനമൊക്കെ വാങ്ങിക്കാം. അങ്ങോട്ട് വാ ലില്ലിമോളെ. ലില്ലിമോളെ, ആ കല്യാണം മുടങ്ങി. അവിടെ ആ ചെറുക്കൻ ആരോ ശരിക്കും പാര വേണം, ആരാന്നറിയില്ല. ചെറുക്കനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ദൈവമേ, ഇവിടെ ആരും അന്വേഷിക്കാനൊന്നും വന്നില്ല. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാം ആ കല്യാണം ഉണ്ടാക്കി. ആ കിളിമാനൂര് പോയി എന്തുമാത്രം പൈസ എന്റെ കയ്യിൽ നിന്ന് പോയി. ഈ ഫോൺ വിളിച്ചെത്ര കാശ് പോയി. അയ്യോ, അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. എന്തായാലും ആ പാര വെച്ചനുണ്ടല്ലോ, അവന്റെ തലയിൽ ഇടുത്തി വീഴ്ത്തിയുള്ളൂ. സത്യം, എനിക്ക് അത്ര വിഷമമുണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാം ആ കല്യാണം ഒപ്പിച്ചോണ്ട് വന്നത്.
ഞാനിവിടെ വന്ന് അന്വേഷിച്ച കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടൊന്നും ആരും ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ ആരും വന്നതുമില്ല. നാട്ടിലോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചായിരുന്നു? എന്നാടാ അങ്ങനെ ചോദിക്കുന്നത്? ഇവിടുത്തെ ബന്ധുവില്ലയോ? എന്തായാലും പാര പണി തുറക്കാൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര കഷ്ടമായി. അയ്യോടാ, അതാരാന്നേ പാര വെച്ചത്? അറിയാം. അല്ല, ആകെ പാര പോകാൻ സാധ്യതയുള്ളൊരിടം നമ്മുടെ വീടായിരുന്നു. അത് പോകാതിരിക്കാനുള്ള എല്ലാ പണിയും ചേച്ചി ഒപ്പിച്ചു. അതെ. പിന്നെ ആര് പറഞ്ഞു? ആർക്കറിയാം. ഒന്ന് പിടി. അല്ല, അകത്ത് വെക്കാം. അമ്മ ഇങ്ങോട്ട് വന്നൊരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. എന്താ സാധനം? വാന്ന് വാ. ശരി, കമ്മീഷൻ നടയുന്ന കേസായിരുന്നു. അതാ വഴിക്ക് പോയി കാണും. അതിന്റെ വിഷമോ. എന്തായാലും ഒരു കണക്കിന് നന്നായി. അതിനാ അമ്മായിയമ്മ മരുമകളും ഇപ്പൊ കണ്ടില്ലേ, ഭയങ്കര കൂട്ടായില്ലേ? പക്ഷെ ആ പോയതേ ആറ്റം ബോംബാ. അവരുടെ കയ്യിലുള്ള ഒരു ബോംബ് ഏത് സമയം നമ്മുടെ വീടിന്റെ മേളിൽ വന്ന് വീഴും. റഷ്യയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ബോംബ് വരുമ്പോ തന്നെ വായുവിൽ വെച്ച് നിർവീര്യമാക്കുന്നത്. അതൊന്നും മേടിച്ചു വെച്ചോ. കർത്താവാണ് ഞാനല്ല.